മൂവാറ്റുപുഴ നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഹരിതകർമ്മ സേനയ്ക്കായി നിർമ്മിച്ച നവീകരിച്ച വിശ്രമമുറി തുറന്നു നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 17 വർഷക്കാലമായുള്ള തൊഴിലാളികളുടെ ആവശ്യമായിരുന്ന വിശ്രമമുറി പണി പൂർത്തിയാക്കി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി തുറന്നു നൽകി. നമ്മുടെ നഗരത്തെ ശുചിയാക്കുന്നതിൽ ഏറ്റവും പ്രഥമമായി പങ്കുവഹിക്കുന്ന ഹരിതകർമ്മ സേനയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിശ്രമിക്കാൻ ഒരു മുറി എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു, സ്വപ്നമായിരുന്നു. പണ്ട് കാലത്തൊക്കെ നേരത്തെ ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഒരു പ്രദേശത്ത് 5.5 ഏക്കറോളം വരുന്ന ഈ ഒരു സ്ഥലത്ത് കാല് കുത്താൻ പോലും പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ പുഴുവരിക്കുന്ന മണം കാരണം ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത, നഗരസഭയിലെ എല്ലാ മാലിന്യവും ഇവിടെ കൊണ്ട് വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ നടുക്ക് നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്ന ഹരിതകർമ്മ സേനയിലെ ജീവനക്കാരെ, ഇവിടുത്തെ ജീവനക്കാരെ പറ്റി ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് മാറ്റം വരുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതി ഇവിടെ വലിയൊരു പദ്ധതി കൊണ്ടുവരികയും 10 കോടി രൂപയുടെ ഖരമാലിന്യ പരിപാലന പദ്ധതി കൊണ്ടുവരികയും അതിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഭരണസമിതി തന്നെ കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിശ്രമ മുറി എന്നുള്ളത്. അപ്പം അതിന്ന് ഉദ്ഘാടനം ചെയ്ത് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ കൗൺസിൽ കാലഘട്ടത്തിൽ 5 ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 40ലേറെയായി നഗരത്തിൽ നിന്നും ശേഖരിച്ച് കൂന കൂട്ടിയിരുന്ന മാലിന്യ കൂമ്പാരങ്ങൾക്ക് നടുവിൽ ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യമായിരുന്നു തൊഴിലാളികൾക്കുണ്ടായിരുന്നത്. കൃത്യമായുള്ള ബാത്റൂം സൗകര്യങ്ങളോ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളോ ഇല്ലായിരുന്നു. ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അംഗീകാരവും ആശ്വാസവുമാണ് ഈ വിശ്രമമുറി. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പി, വാർഡ് കൗൺസിലർമാരായ ഷേർലി പൗലോസ്, ഷബീന ടി, ഷിത റാണി തോമസ്, മനു പോൾ, KSW MP, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.